ഹലോ. കരുത്തരായ അനേകം ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അവരുടെ വ്യക്തിത്വം, അവരുടെ കരുത്ത്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അവരുടെ മിടുക്ക് നമ്മളെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പോലും അസാമാന്യമായ കരുത്തുള്ള മനുഷ്യരുണ്ട്. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുന്നവരെ കാണുമ്പോൾ അത്ഭുതവും ചില നേരങ്ങളിൽ അസൂയയും നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ട് നമുക്കങ്ങനെയാകാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുമുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഈ കരുത്ത്, കാര്യപ്രാപ്തി ജന്മസിദ്ധമായ ഒരു കഴിവ് ആണെന്നാണ്. എന്നാൽ സൂക്ഷ്മമായ ഒരു നിരീക്ഷണം നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം, നമ്മൾ കരുത്തരാണ് എന്നു കരുതുന്ന പല മനുഷ്യരും ജന്മസിദ്ധി കൊണ്ട് കരുത്തരല്ലായിരുന്നു. അവർ ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് പടവെട്ടി കരുത്തു നേടിയവരാണ്. മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും നെൽസൺ മണ്ടേലയും എബ്രഹാം ലിങ്കണും, അങ്ങനെ ചരിത്രത്തിൽ എത്രയോ കരുത്തരായ മനുഷ്യരുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം. സത്യത്തിൽ അവർക്ക് അവരുടെ മുൻപിൽ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. അവർക്കൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല. ജീവിതത്തിലേക്ക് വന്ന എല്ലാ അനുഭവങ്ങളെയും അവർ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ് അവരുടെ ഈ കരുത്തിന്റെ പ്രധാന കാരണം. ശക്തനായ, കരുത്തനായ ഓരോ വ്യക്തിക്കും ഒരു കഥയുണ്ട്. അവർക്ക് മറ്റു വഴികളൊന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഒരു കഥ. ഏകാന്തതയുടെ അഗ്നിയിൽ, ഒറ്റയ്ക്ക് പോരാടുന്ന യുദ്ധങ്ങളുടെ നിശബ്ദതയിൽ, തോളത്തിരിക്കുന്ന ഭാരം കുറയ്ക്കാൻ ആരുമില്ലാതെ സ്വയം ചുമക്കേണ്ടുന്ന അവസ്ഥയിൽ അവർ രൂപപ്പെടുത്തിയതാണ് ആ കരുത്ത്. അവരിൽ ശക്തി കാണുന്നവരാരും അത് രൂപപ്പെടുത്തിയ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർക്കാറില്ല. അവരുടെ അചഞ്ചലമായ മനസാന്നിധ്യത്തെയും നിശ്ചയദാർഢ്യത്തെയും എല്ലാവരും അഭിനന്ദിക്കും. എന്നാൽ സ്വയം അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവർ ഉറക്കമില്ലാതെ ചിലവഴിച്ച രാത്രികളെക്കുറിച്ച് എത്ര പേർ ഓർക്കും? ഞാനും നീയും ഉൾപ്പെടുന്നൊരു സമൂഹം എല്ലാത്തിനും എളുപ്പവഴികളും കുറുക്കുവഴികളും തേടുന്നവരാണ്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും, നന്മയും തിന്മയും, സുഖവും ദുഃഖവും ഒക്കെ ഉറപ്പാർന്ന മനസ്സോടുകൂടെ നേരിട്ടവർ മാത്രമേ ചരിത്രത്തിൽ കരുത്തരായി മാറിയിട്ടുള്ളൂ. അവരെ പോലെ നമുക്കും കരുത്തോടുകൂടെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഒളിച്ചോട്ടങ്ങളല്ല നമുക്ക് വേണ്ടത്. ഫേസ് ചെയ്ത് നമ്മൾ പഠിക്കണം, അഭിമുഖീകരിക്കണം. കാലുകൾ പിന്നോട്ടല്ല, കാലുകൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കണം. നമുക്ക് ഏറ്റവും സുഖകരമായത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കരുത്. നമ്മുടെ കംഫർട്ട് സോണുകളിൽ മാത്രം നമ്മൾ നിൽക്കരുത്. ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന വിവിധങ്ങളായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കണം. ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ്. ഓരോ അനുഭവങ്ങളും ഓരോ ദിവസവും നമ്മൾ രൂപപ്പെടുത്തുകയാണ്. എനിക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനില്ല, കരുത്തില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ എൻ്റെ വീഴ്ചയുടെ ആരംഭം അവിടെ തുടങ്ങുകയാണ്. Behind the strong people there is a story that gave them no choice. കരുത്തരായ എല്ലാ മനുഷ്യർക്കും നമ്മളോട് ഒരു കഥ പറയാനുണ്ട്. ജീവിതത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങളെ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എന്ന കഥ. വന്നതെല്ലാം അവർ അഭിമുഖീകരിച്ചൊരു കഥ. എന്തും വന്നുകൊള്ളട്ടെ, എന്തും സംഭവിച്ചു കൊള്ളട്ടെ, അതിനെ ഏറ്റെടുക്കണം. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നസ്രായൻ തന്നെയാണ്. വരാൻ പോകുന്ന എല്ലാ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അയാൾ ഏറ്റു. ഒന്നിൽ നിന്നും അയാൾ ഒളിച്ചോടിയില്ല. ഒടുവിൽ അയാൾ മരണത്തിന്റെ നേരത്തെ വിളിച്ചു പറഞ്ഞു, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എല്ലാം പൂർത്തിയായി. അവിടെ കരുത്തനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുകയാണ്. നമുക്കും ശ്രമിക്കാം കരുത്തരായി മാറാൻ, പ്രശ്നങ്ങളിൽ തളർന്നു പോകാതിരിക്കാൻ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.